സൈനിക അട്ടിമറി വഴി അധികാരത്തിലെത്തി. പിന്നാലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിനുള്ളിൽ കണ്ടെത്തിയത് 300 കിലോഗ്രാം ഭാരമുള്ള ഒരു പച്ച മരതക കല്ലാണ്. ജൻസി പ്രക്ഷോഭവും രാജ്യം വിട്ടോടിയ പ്രസിഡന്റും സൈനിക അട്ടിമറിക്കും ശേഷം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് മഡഗാസ്കർ. താൽക്കാലിക പ്രസിഡന്റ് കേണൽ മൈക്കൽ റാൻഡ്രിയാനിരിന ഒരു ഭീമൻ എമറാൾഡ് അനാച്ഛാദനം ചെയ്തു. മുൻപ് ഇങ്ങനെ ഒരു രത്നക്കല്ല് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നതായി യാതൊരു രേഖകളുമില്ല. ഇരുണ്ട പാറക്കല്ലിന്റെ രൂപത്തിലായിരുന്നു ഇതുണ്ടായിരുന്നത്. മഡഗാസ്കറിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇതോടെ അവസാനമായോ? ഈ കൗതുക വാർത്തയെക്കുറിച്ച് കൂടുതൽ അറിയാം. സ്വാഗതം ഇണ്ടത്തിലേക്ക്. 2025 ഓഗസ്റ്റിലാണ് മഡഗാസ്കറിൽ സൈനിക അട്ടിമറി നടക്കുന്നത്. ജലവൈദ്യുത ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബറിൽ ജെൻസി പ്രവർത്തകർ നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്നായിരുന്നു അട്ടിമറി. രാജ്യത്ത് തുടരുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ പ്രസിഡന്റ് ആൻഡ്രെ രജോലിന പലായനം ചെയ്തു. 2009 രജോലിനെ അധികാരത്തിലെത്തിക്കാൻ സഹായിച്ച സൈന്യത്തിലെ ഒരു വിഭാഗം തന്നെയായിരുന്നു അദ്ദേഹത്തെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ക്യാപ്സാറ്റ് എന്ന സൈനിക വിഭാഗം സായുധ സേനയുടേതടക്കം എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തു. മൈക്കൽ റാൻഡ്രിയാനിരിന പുതിയ ഭരണാധികാരിയായി. അട്ടിമറിക്ക് പിന്നാലെ പ്രസിഡൻഷ്യൽ കൊട്ടാരം പരിശോധിക്കവെയാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടെത്തിയത്. ഒരു പ്രത്യേക മുറിയിൽ ഇരുണ്ട പാറക്കലിന്റെ രൂപത്തിൽ ഒരു ഭീമൻ എമറാൾഡ്, ഏകദേശം 300 കിലോയോളം വരും തൂക്കം. നവംബർ 18-ന് പാലസിനുള്ളിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ റാൻഡ്രിയാനിരിന ഈ ജെംസ്റ്റോൺ ആദ്യമായി പ്രദർശിപ്പിച്ചു. പച്ച നിറത്തിലുള്ള ക്രിസ്റ്റലുകൾ കൊണ്ട് നിറഞ്ഞ ഭീമൻ എമറാൾഡ് അതിന്റെ പ്രകൃതിദത്ത ഘടനയോടെയാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇതൊരു സ്വപ്നമാണ്. മഡഗാസ്കറിൽ ഇങ്ങനെ ഒരു കല്ലിന്റെ കാര്യം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഖനന മന്ത്രി കാൾ ആൻഡ്രിയ മറാനി പറഞ്ഞു. എങ്ങനെ കണ്ടെത്തി, എവിടുന്ന് വന്നു എന്ന ചോദ്യത്തിന് ഭരണാധികാരികൾക്ക് തന്നെ മറുപടി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കണ്ടു എന്ന് മാത്രമായിരുന്നു മാധ്യമങ്ങളോടുള്ള പ്രതികരണം. എമറാൾഡ് അല്ലെങ്കിൽ മരതകം ബെറിലിയം, അലൂമിനിയം സിലിക്കേറ്റ് എന്ന രാസ സംയുക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു വിലയേറിയ രത്നക്കല്ലാണ്. സാധാരണയായി 1 മുതൽ 5 ക്യാരറ്റ് വരെ മാത്രമേ കണ്ടെടുക്കാറുള്ളൂ. എന്നാൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തുള്ള റെക്കോർഡുകളെല്ലാം പൊളിക്കുന്നതാണ് മഡഗാസ്കറിൽ കണ്ടെത്തിയ ഈ എമറാൾഡിൻ മാട്രിക്സ്. മഡഗാസ്കറിൽ ധാരാളം രത്നഖനികളുണ്ട്, പ്രത്യേകിച്ച് സഫയർ, റൂബി, ടോപ്പാസ് എന്നിവ. പക്ഷേ ഇത്തരം ഭീമൻ എമറാൾഡുകൾ കണ്ടെത്തുന്നത് അപൂർവമാണ്. ലക്ഷക്കണക്കിന് ഡോളറുകൾ വരും ഔദ്യോഗികമായി ഈ കല്ലിന്റെ മൂല്യം. ഇതൊരു ദേശീയ സമ്പത്തായാണ് റാൻഡ്രിയാനിരിന പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക പുനരുദ്ധാരണത്തിന് ഈ ജെംസ്റ്റോൺ ഒരു മുതൽക്കൂട്ടായേക്കും. മരതകം വിറ്റ് ഖജനാവ് നിറയ്ക്കാനാണ് അടുത്ത പദ്ധതി. ഇത് വിൽക്കുകയോ UN യുനെസ്കോയിലൂടെ ലോക പൈതൃകമാക്കുകയോ ചെയ്യാമെന്നും പ്രസിഡന്റ് പറയുന്നുണ്ട്. കിട്ടുന്ന ലാഭം ദരിദ്രരായ ജനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലേലത്തിൽ വെക്കണമെന്ന നിർദ്ദേശം ചില വിദഗ്ധരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ മഡഗാസ്കറിലെ നിയമം അനുസരിച്ച് സ്വകാര്യ ഉടമസ്ഥാവകാശം അനുവദനീയമല്ല. മരതകത്തിന്റെ വലിപ്പവും ഗുണനിലവാരവും നിർണ്ണയിക്കാൻ വിദഗ്ധ വിശകലനവും ആവശ്യമാണ്. ഈ കല്ല് കൊട്ടാരത്തിൽ എങ്ങനെ എത്തിയെന്നതും അന്വേഷണ വിഷയമാണ്. മുൻ ഭരണകൂടം ഒളിച്ചുവെച്ച സ്വത്തായിരിക്കാമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അഴിമതി സംബന്ധിച്ച അന്വേഷണങ്ങൾക്കും ഇത് വഴിയൊരുക്കിയേക്കാം. മരതകത്തിന്റെ ചിത്രങ്ങളും വൈറലാണ്. UN ഈ കല്ലിനെ സംരക്ഷിക്കാൻ സഹായിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫ്രാൻസ് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുകൾ വരുന്നു. ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ പക്ഷേ ഖനിജ വിഭവങ്ങൾക്കുള്ള താല്പര്യം പ്രകടിപ്പിച്ചാണ് രംഗത്തെത്തിയത്. ഇത് ഭൂരാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് കാരണമായേക്കുമെന്ന ചില ആശങ്കകളും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ സർക്കാർ ഒരു അന്താരാഷ്ട്ര ടീമിനെ വിളിച്ച് കല്ലിന്റെ വിലയിരുത്തൽ നടത്തുമെന്നാണ് വിവരം. വിൽക്കുകയാണെങ്കിൽ കിട്ടുന്ന ലാഭം വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡുകൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുമെന്ന് പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സൈനിക ഭരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പണം ശരിയായി ഉപയോഗിക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നു. പാർലമെന്ററി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കളും രംഗത്തുണ്ട്. മഡഗാസ്കറിന്റെ ഭാവിയെ ഈ മരതകം എങ്ങനെ സ്വാധീനിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം.